ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലേ, ആ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസുമാണ് നമ്മുടേത്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത് അല്ലേ, അതുകൊണ്ടാണല്ലോ വ്യത്യസ്തത വരുന്നത്. എല്ലാവർക്കും ഇത് ഒരുപോലെയാണെന്നെങ്കിൽ ഇതിനകത്ത് ഇപ്പം ക്രിയേറ്റഡ് ആണ് ബോഡി എന്ന് പറഞ്ഞ പോലെ, ദേഹി എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺസ്ട്രക്റ്റഡ്, അതായത് ഉണ്ടായി വന്നതാ, എക്സ്പീരിയൻസുകളിലൂടെ ഉണ്ടായി വന്നതാ. അപ്പം ഈ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത, ഈ പേഴ്സണാലിറ്റിയെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലേ. അതുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സസ് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതും അവർക്ക് വരുമാനം ഉണ്ടാകുന്നത്. കാരണം ഈ പേഴ്സണാലിറ്റി മാലിയബിൾ ആണെന്ന് പറയും. മാലിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഷേപ്പ് ചെയ്യാം. നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കാരണം ദേഹം, ദേഹി, ആത്മാ, തിങ്ക്, ഫീൽ, ചൂസ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ തെരഞ്ഞെടുക്കാൻ ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ ആ ചിന്തയിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ടതിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇമോഷൻ ഉണ്ടാകുന്നു. തിങ്ക്, ഫീൽ, ചൂസ്. നമുക്ക് ചിന്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷൻ ഉണ്ടാവും അല്ലേ, ഒരു വികാരം ഉണ്ടാവും. ആ വികാരത്തിനനുസരിച്ച് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മനസ്സിൽ, ഇത് നമുക്കൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാ, സ്പിരിറ്റ് എന്ന് പറയുന്നത് സൃഷ്ടിയിൽ ഉൾപ്പെടുന്ന ഒന്നല്ല.